വചനമൊഴി ഡിസംബർ 30. വചനഭാഗം എഫേസോസ് 4:7-12, മത്തായിയുടെ സുവിശേഷം 6:16-21. മത്തായിയുടെ സുവിശേഷം 6:16-21. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നിങ്ങൾ ഉപവസിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ വിഷാദം ഭാവിക്കരുത്. തങ്ങൾ ഉപവസിക്കുന്നുവെന്ന് അന്യരെ കാണിക്കാൻ വേണ്ടി അവർ മുഖം വിരൂപമാക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. എന്നാൽ നീ ഉപവസിക്കുമ്പോൾ ശിരസിൽ തൈലം പുരട്ടുകയും മുഖം കഴുകുകയും ചെയ്യുക. അങ്ങനെ ഉപവസിക്കുന്നവനായി നിന്നെ അദൃശ്യനായ പിതാവല്ലാതെ മറ്റാരും കാണാതിരിക്കട്ടെ. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. ഭൂമിയിൽ നിങ്ങൾക്ക് വേണ്ടി നിക്ഷേപം കരുതി വയ്ക്കരുത്. തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കും. കള്ളന്മാർ തുരന്നെടുക്കുകയും മോഷ്ടിക്കുകയും ചെയ്യും. എന്നാൽ സ്വർഗത്തിൽ നിക്ഷേപങ്ങൾ കരുതി വയ്ക്കുക. അവിടെ തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കുകയില്ല. കള്ളന്മാർ തുരന്നെടുക്കുകയോ മോഷ്ടിക്കുകയോ ഇല്ല. എവിടെയാണോ നിങ്ങളുടെ നിക്ഷേപം, അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയവും. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്ന് ഈശോ നമ്മോട് ആത്മീയതയുടെ യഥാർത്ഥ ഭാവത്തെക്കുറിച്ചാണ് പറഞ്ഞു തരുന്നത്. കപടനാട്യമില്ലാത്ത ഒരു ജീവിതം നയിക്കുവാൻ ഈശോ ആവശ്യപ്പെടുകയാണ്. അന്യരെ കാണിക്കാൻ വേണ്ടിയായിരിക്കരുത് നമ്മുടെ ആത്മീയ ജീവിതം. ദൈവവുമായുള്ള ബന്ധത്തിന്റെ പ്രകടനമായിരിക്കണം. മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടി, അവരുടെ പ്രശംസ കിട്ടുവാൻ വേണ്ടി പരസ്നേഹ പ്രവർത്തികളും പരിത്യാഗ പ്രവർത്തികളും ചെയ്യരുത് എന്നാണ് ഈശോ ഓർമ്മപ്പെടുത്തുന്നത്. ഭൂമിയിൽ പ്രശംസ ലഭിക്കുവാൻ വേണ്ടി ചെയ്യുന്ന പല പ്രവർത്തികളും ദൈവത്തിന്റെ മുൻപിൽ സ്വീകാര്യമല്ലാതെ പോയേക്കാം. ആത്മീയ ജീവിതത്തിനുണ്ടാകേണ്ട ഒരു ഭാവമാണ് ഇന്ന് വിശുദ്ധ സുവിശേഷത്തിലൂടെ നമ്മോട് പറയുന്നത്. നമ്മുടെ പരസ്നേഹ പ്രവർത്തികളും പരിത്യാഗ പ്രവർത്തികളുമൊക്കെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയോ ഭൗമികമായ പ്രശംസയ്ക്ക് വേണ്ടിയോ ആയിരിക്കരുത്. നിഷ്കളങ്കമായ മനസ്സോടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നതായിരിക്കണം. കപട മനോഭാവം നമ്മളിൽ ഉണ്ടായിരിക്കരുത് എന്നാണ് ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. നമ്മുടെ ആത്മീയ ജീവിതത്തിന് ആധികാരികത ലഭിക്കുവാൻ, ആത്മീയ ജീവിതം ദൈവത്തിൻ്റെ ഹിതത്തിനുള്ള സ്വയം സമർപ്പണമായി മാറുവാൻ, നമ്മുടെ ആത്മീയ ജീവിതം മാനുഷികമായോ ഭൗമികമായോ എന്തെങ്കിലും നേട്ടങ്ങൾക്കോ പ്രശംസയ്ക്കോ വേണ്ടിയുള്ളതാകാതിരിക്കുവാൻ നമുക്ക് പ്രത്യേകം പരിശ്രമിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.